നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയും ആകാംക്ഷയോടെയൊക്കെ നമുക്ക് ഈ ദിവസത്തെ വരവേൽക്കാം. വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ദിവസം ആദ്യം വരുന്ന വാർത്ത അത്ര സന്തോഷകരമായൊരു വാർത്തയല്ല. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ കുട്ടി ഇന്നലെ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. വാക്സിൻ എടുത്തിട്ടും എങ്ങനെയാണ് ആ കുട്ടിക്ക് പേവിഷബാധ വന്നത് എന്ന സംശയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആരോഗ്യ വിദഗ്ധർ അതിൻ്റെ കാരണമൊക്കെ വിശദീകരിച്ചു. ഇപ്പോൾ വരുന്ന വളരെ ദുഃഖകരമായ വാർത്ത, ആ 5.5 വയസ്സുകാരി മരിച്ചു എന്നതാണ്. സന ഫാരിസ് എന്ന 5.5 വയസ്സുകാരിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ കുഞ്ഞിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴും രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചെന്ന വിവരമാണ് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷീജ, അങ്ങേറ്റം ദാരുണമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ് നമുക്ക് പുറത്ത് പറയേണ്ടി വരുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായ കുട്ടിയുടെ ആരോഗ്യനില അങ്ങേറ്റം ഗുരുതരമായി തുടരുകയായിരുന്നു. നേരത്തെ നായയുടെ കടി ഏറ്റതിനെ തുടർന്ന് തിരൂരങ്ങാടി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ പ്രാഥമിക ശുശ്രൂഷകളും കുത്തിവയ്പ്പൊക്കെ നടത്തിയ ശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് കുത്തിവയ്പ്പ് എടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ മുറിവുകൾ ഉണങ്ങുകയും അടിയന്തരമായ ശസ്ത്രക്രിയ, കുട്ടിയുടെ കാലിലും തലയിലുമാണ് കടിച്ചത്. വലിയ രീതിയിലുള്ള തുന്നലുകൾ ഉള്ള രീതിയിലുള്ള ഒരു കടിയാണ് തലയിലും മറ്റുമേറ്റത്. കാലിലും അതീവ ഗുരുതരമായ പരിക്കുകൾ തന്നെ ഉണ്ട്. പക്ഷേ കാലിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം മുറിവുകൾ തുന്നിക്കെട്ടി വിട്ടു. പക്ഷേ ആ മുറിവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുകയും ചെയ്തു. അതോടുകൂടി കുട്ടി സാധാരണ നിലയിലേക്ക് എത്തുകയും ഈ കുടുംബം ഈ നായക്കടിയേറ്റതിന്റെ മറ്റ് തുടർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ആശ്വസിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് 6 ദിവസം മുമ്പ് വീണ്ടും ഈ നായ കടിച്ച ഒരു തുടർച്ച എന്ന വണ്ണം തന്നെ കുട്ടിക്ക് ആദ്യം പനി വരുന്നു. പിന്നീട് ശാരീരികമായൊരു തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കുട്ടി വരികയായിരുന്നു. ആദ്യം ഈ തിരൂരങ്ങാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ ഏറ്റതായി കണ്ടെത്തിയത്. തുടർന്ന് കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ചികിത്സ നടത്തുകയുമൊക്കെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഈ കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തലയ്ക്ക് കടിയേറ്റതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തലച്ചോറിലേക്ക് ഈ പേവിഷബാധ കടന്ന് അതാണ് പിന്നീട് തടയാൻ പറ്റാത്ത വിധം കുട്ടി രോഗത്തിന് അടിമയായി മാറിയത്, അല്ലെങ്കിൽ ഈ പേവിഷബാധ കുട്ടിയെ കീഴടക്കാൻ കാരണം അതാണ് എന്ന് പറയുന്നു. ഒപ്പം ഈ നേരിട്ട് തലച്ചോറിലേക്ക് മറ്റുമൊക്കെ ഈ രോഗബാധ പടരുമ്പോൾ കൃത്യമായ മരുന്ന് ഫലിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഈ പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ്പ് നടത്തിയാൽ പോലും അത് ഫലപ്രാപ്തിക്ക് സാധ്യത കുറവാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതാണ് ഈ കുട്ടിക്ക് പിന്നീട് രോഗം പ്രത്യക്ഷമായത് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. സ്വന്തം വീട്ടിൽ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഏതാണ്ട് വാരകൾ മാത്രം അടുത്തുള്ള പുറത്തുള്ള കടയിൽ മിഠായി വാങ്ങാനായി കുട്ടി പോയതാണ്. ഈ 2 കുട്ടികളാണ്, ഈ അയൽപക്കത്തെ കുട്ടിയോടൊപ്പമാണ് ഈ കുട്ടി മിഠായി വാങ്ങാൻ പോയത്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഈ തെരുവ് നായയെ കണ്ട് വളരെ വേഗത്തിൽ ഓടി അവിടുന്ന് സ്ഥലത്തു നിന്ന് മാറി. പക്ഷേ ഈ കുട്ടി അല്പം സാവധാനം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നായയെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നും ഓടി മാറാനോ ഉള്ള ഒരു ത്രാണി ഉണ്ടായില്ല. പിന്നീട് നായ വളരെ ക്രൂരമായി തന്നെ കടിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരം മാസകലം കടിച്ച് പറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലൊക്കെ കടിച്ചെങ്കിലും അതിന്റെ പാടുകൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഈ മാംസം കുറവുള്ളത് കാര്യമായി കടി കിട്ടിയില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നീടാണ് തുടയിലും ഒപ്പം തലയിലും കടിച്ചത്. തലയിൽ ഏറ്റ പരുക്കാണ് ഏറ്റവും മാരകമായി മാറിയത്. എന്തായാലും ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയെന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ ഉള്ളത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ വരുന്നത്. ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ്. പേവിഷബാധയ്ക്ക് വളരെ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് പേവിഷബാധ ചെറുക്കാൻ ആൻറ്റി റാബീസ് വാക്സിൻ. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേവിഷബാധ ഉണ്ടായി എന്നത് ഇന്നലെ വലിയ രീതിയിൽ ആരോഗ്യവൃത്തങ്ങളിലടക്കം ചർച്ചയായിരുന്നു. പക്ഷേ അത് ഈ കുട്ടിക്ക് തലയിൽ മാരകമായി മുറിവേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ
വാക്സിൻ എടുത്തപ്പോൾ പോലും ഈ വൈറസ് കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചു എന്നതാണ് ശാസ്ത്രീയമായ ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം. പക്ഷെ അപ്പോഴും ഇത് അത്യന്തം ദുഃഖകരമാണ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം ഒരു കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. അത് കൃത്യമായിട്ട് എങ്ങനെയെന്ന് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. വാക്സിൻ്റെ ഫലപ്രാപ്തി ഇല്ലായ്മയല്ല, മറിച്ച് കുട്ടിക്ക് മുറിവേറ്റതിലെ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ മുറിവിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതാണ് പറയുന്നത്. അനീഷ്, അപ്പോഴും ചെറിയ ചില ആരോപണങ്ങളുണ്ട്. അത് ഇത്ര ഗുരുതരമായി പരിക്കേറ്റ കുട്ടി അന്ന് രാത്രി തന്നെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ച സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? തലയിൽ ഏതാണ്ട് 20ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ മുറിവിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത് ഗുരുതരമായ മുറിവാണ്. ചെറിയ കുട്ടിയാണ്, 5.5 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് ഉണ്ടായതെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം? ഷിജ, ഇത് ആശുപത്രി നൽകുന്ന വിശദീകരണം ആദ്യം തന്നെ തിരൂരങ്ങാടിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് ഈ മുറിവിനുള്ള ചികിത്സകൾ നൽകുന്നു. പ്രാഥമിക ഘട്ടത്തിൽ ഉള്ള IDRV വാക്സിൻ എടുക്കുന്നു. ആ വാക്സിൻ എടുത്ത ശേഷം പിന്നീട് മുറിവുകളുടെ ഒരു വ്യാപ്തിയൊക്കെ കണ്ടാണ് അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും ഈ മുറിവിനുള്ള ചികിത്സകളും മറ്റുമൊക്കെ ചെയ്തു. കാരണം ആദ്യ ദിവസം വാക്സിൻ നൽകിയതിനാൽ പിന്നീട് ആ വാക്സിൻ എടുക്കുന്നതിന് ചില ഒരു സമയപരിമിതിയുണ്ട്. അതായത് ആദ്യ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യ ദിനം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ IDRB വാക്സിൻ എടുക്കേണ്ടത് 3-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിലൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാനാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇതനുസരിച്ച് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ കുട്ടിയുമായി ഈ കുടുംബം ആശുപത്രിയിലേക്ക് പോവുകയും അന്നാണ് ഈ വാക്സിൻ എടുക്കുന്ന, അതായത് ഈ IDRBയുടെ 2ാം ഡോസ് വാക്സിൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് എടുക്കുകയും ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇതിനെ തുടർച്ചയായി പിന്നീട് കുട്ടിക്ക് ഈ അടിയന്തരമായ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു. കാലിലെ പരിക്കുമായി ബന്ധപ്പെട്ട് ആ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. അതിനുശേഷം പിന്നീട് കുട്ടി പോകുന്നു. പിന്നീട് അടുത്ത വാക്സിൻ എടുക്കേണ്ട ദിവസങ്ങൾ വീണ്ടും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞുള്ള സാഹചര്യമാണ്. അത്തരത്തിൽ ആ ഒരു ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ വാക്സിനുകളൊക്കെ എടുക്കുകയും ചെയ്തത്. അത്തരം നടപടിക്രമങ്ങളിലൊന്നും വീഴ്ചയില്ല എന്ന് തന്നെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവർ പറയുന്നത് ഈ തലയ്ക്ക് ഏറ്റ കടിയാണ് ഏറ്റവും മാരകമായി മാറിയത്. ഒപ്പം ഈ തലയുടെ മുറിവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കാലിലെ മുറിവുകളുമായി ബന്ധപ്പെട്ടോ ഒന്നും കാര്യമായ പ്രശ്നമുണ്ടായിരുന്നില്ല. കാലിലെ മുറിവ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഉണങ്ങിയിരുന്നു. തലയിലെ മുറിവും ഉണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ ശരീരത്തിലേക്ക് വൈറസ് ബാധ വന്നതാണ്, പ്രവേശിച്ചാണ് അപകടത്തിന് കാരണം. ആദ്യം തിരൂരങ്ങാടി ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ച് ഈ വാക്സിൻ എടുത്തിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പോലും ഈ കടി തലക്കേറ്റതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് വളരെ പെട്ടെന്ന് ഈ പേവിഷബാധയുടെ രോഗാണു അല്ലെങ്കിൽ ആ വൈറസ് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ വൈറസ് നേരിട്ട് തലച്ചോറിലേക്ക് എത്തിയാൽ ഈ പേവിഷബാധക്കെതിരായ ഈ IDRB വാക്സിൻ എടുത്താൽ പോലും അതത്ര കണ്ട് ഫലപ്രാപ്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫലപ്രാപ്തി കുറയാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് താൽക്കാലികമായി ഈ ശാരീരിക സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും മുറിവ് ഉണങ്ങിയെങ്കിലും മറ്റു ലക്ഷണങ്ങളൊന്നും പ്രകടമായിരുന്നില്ല എങ്കിൽ പോലും കുട്ടിയുടെ പേവിഷബാധയുടെ ലക്ഷണം കാണുകയും പിന്നീട് അത് ഗുരുതരമാവുകയും ചെയ്തത്. എന്തായാലും വാക്സിന്റെ ഫലപ്രാപ്തി അല്ല, മറിച്ച് പരുത്തിന്റെ ഒരു ഗുരുതരാവസ്ഥയാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമായത് എന്നാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ദുഃഖകരമായ വാർത്തയാണ്. പേവിഷബാധയേറ്റ് 5.5 വയസ്സുകാരി മരിച്ചു. വാക്സിൻ എടുത്തിരുന്നു, പക്ഷേ വളരെ ഗുരുതരമായ മുറിവുകളായിരുന്നു കുട്ടിയുടെ തലയിലും കാലിലും ഒക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തലയിലെ മുറിവ് ആണ് ഈ പേവിഷബാധ ഏൽക്കുന്നതിന്, അത് വാക്സിൻ എടുത്തിട്ടും അത് ഫലപ്രദമാവാതിരിക്കാൻ കാരണം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം. അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസം ആദ്യം തന്നെ വരുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഭൂപതിവ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ചട്ടം രൂപീകരിക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ വലിയ തടസ്സങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മലയോര മേഖലയിൽ പട്ടയം അനുവദിക്കുന്നതിന് 1993 ഉണ്ടാക്കിയ ചട്ടത്തിന് വിരുദ്ധമാകുമോ എന്നതായിരുന്നു പ്രധാന പ്രതിസന്ധി. വീട് വെക്കാനും കൃഷി ആവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമ ഭേദഗതിയുടെ ഉദ്ദേശം. 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമസഭാ ബില്ല് പാസാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഭൂപതിവ് ചട്ട രൂപീകരണം അധികം വൈകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മെയ് മാസത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിന്റെ അവസാന ചർച്ചയിൽ തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിപ്പോ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. മന്ത്രി VN വാസവൻ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മെയ് 5 വരെ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും. ന്യൂസ് 18 ഇടുക്കി. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതും ഏറെ അഭിമാനിക്കാവുന്ന വളർച്ചയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുകളുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. മുക്കം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിക്കുമ്പോഴാണ് മന്ത്രി കേരളത്തിലുണ്ടായ വളർച്ചയെക്കുറിച്ച് സംസാരിച്ചത്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതും ഏറെ അഭിമാനിക്കാവുന്ന വളർച്ചയാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടായി. തൊഴിൽ മേഖലയിലും കൂടുതൽ സാധ്യതകൾ തുറന്നു. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുകളുള്ള പദ്ധതികൾ വരണമെന്നും ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റി അതിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 43% ആയി ഉയർന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കേരളത്തിലെ ഈ 8-9 വർഷക്കാലത്തെ മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ലിസ്റ്റ് എന്തെങ്കിലും അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനത്തിന്റെ പേരായി നമ്മുടെ കേരളത്തെ അടയാളപ്പെടുത്തി എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. മുക്കം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ V വസീഫ് ചടങ്ങിൽ അധ്യക്ഷനായി. വെബ്സൈറ്റ് ലോഞ്ചിംഗ് ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. PTA റഹീം MLA ബ്രോഷർ പ്രകാശനം ചെയ്തു. T വിശ്വനാഥൻ, O മുഹമ്മദ് ഫസൽ എന്നിവർ സംസാരിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജ് സെക്രട്ടറി മുക്കം മോയിൻ മോൻ ഹാജി, അൻസാരി സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ CT റഹീം, ഡോക്ടർ മത്തായി, വയലിൽ അബ്ദുള്ള കോയ ഹാജി, വ്യവസായ പ്രമുഖരായ കുഞ്ഞാലി പാണ്ടികശാല, ഫസൽ, പാലക്കൽ അബൂബക്കർ, അജാസ് MM എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 മുക്കം. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദീപ രാജ്കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ ഇപ്പോൾ സ്ഥാനം രാജിവെച്ചത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. പാർട്ടി നേതൃത്വത്തിന്റെ വാക്ക് മുഖവിലക്കെടുത്താണ് രാജിയെന്നും പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും സ്ഥാനമൊഴിഞ്ഞ ശേഷം ദീപ രാജ്കുമാർ പ്രതികരിച്ചു. പാർട്ടി தலைமை சொல்ல கேட்டு இன்னைக்கு சுயமா ராஜிச்சிருக்கேன். இன்னைக்கு പാർട്ടി கூட தான் இருப்பேன். കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ ദിവസം 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. മാത്രമല്ല, ഒരു മാസം മുൻപ് ഇതേ അംഗങ്ങൾ ദീപ രാജ്കുമാറിന്റെ പേരിൽ വ്യാജ രാജിക്കത്തും കൈമാറിയിരുന്നു. ഇതോടെ വ്യാജമായി തന്റെ ഒപ്പിട്ട് രാജിക്കത്ത് നൽകിയത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നീട് ദീപ കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് ദീപ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായി കോൺഗ്രസ് ദീപയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്.
ന്യൂസ് 18 മൂന്നാർ. പത്തനാപുരം MLA റോഡ് നവീകരണത്തിനായി കൊണ്ടുവന്ന പുതിയ ടെക്നോളജി പാളിപ്പോയി. ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് റോഡ് മികച്ചതാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ റോഡ് നിർമ്മാണം മുടങ്ങിയതോടെ പ്രതിഷേധവുമായി ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ആധുനിക സംവിധാനമായ FDR ടെക്നോളജിയിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. റോഡ് ലെവൽ ചെയ്ത് FDR മിശ്രിതം ഇട്ടുകഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ടാർ ചെയ്യണമെന്നതാണ് പ്രധാന സാങ്കേതികത്വം. എന്നാൽ റോഡ് ലെവൽ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ടാർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാൽനടക്കാർക്ക് പോലും ദുഷ്കരമായി റോഡ് തകർന്നു. വലിയ കുഴികളും രൂപപ്പെട്ടു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പ്രതിഷേധാത്മകമായി പത്തനാപുരം MLA KP ഗണേഷ് കുമാറിന്റെ കോലം ശവപ്പെട്ടിയിലാക്കി റോഡിലെ ഓടയിൽ കുഴിച്ചിട്ടു. അടിയന്തരമായി റോഡ് ടാർ ചെയ്ത് സഞ്ചാരോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നടപടികളുമായി നഗരസഭാ ഭരണസമിതി. നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി 25 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് പട്ടാമ്പി നഗരസഭാ ഭരണസമിതി. MLA ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവർത്തികൾ നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഏറെ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമാണ് വഴിവെച്ചത്. തുടർന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച 8 ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമായി. മെഷീനുകൾ സജ്ജമാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡയാലിസിസ് സെന്റർ തുറക്കുവാനുള്ള നടപടികൾ പാതിവഴിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഡയാലിസിസ് സെന്റർ തുറക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കാൻ തീരുമാനമായത്. മെഷീനുകളും ജനറേറ്ററും സജ്ജമാണ്. അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്ന്, ഫാബ്രിക്കേഷൻ പ്രവർത്തികൾ എന്നിവ നടത്താനുമുണ്ട്. ഇതിനായി നഗരസഭാ ഭരണസമിതി 25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ആ 25 ലക്ഷം രൂപ അനുവദിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. താൽക്കാലികമായി HMC ഫണ്ടിൽ നിന്ന് ആ പണം എടുത്ത് ചെലവഴിക്കുകയും അത് നഗരസഭ ഫണ്ട് നൽകുന്ന സമയത്ത് അത് റീകൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത്. നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നത്. തടസ്സങ്ങളെല്ലാം നീക്കി പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുമ്പോൾ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും. ന്യൂസ് 18 പട്ടാമ്പി. മുക്കം കുറ്റിപ്പാല റെസിഡൻസ് അസോസിയേഷന്റെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷ പരിപാടികൾ മുക്കം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. 10ാം വാർഷികം വിപുലമായാണ് കുറ്റിപ്പാല റെസിഡന്റ് അസോസിയേഷൻ ആഘോഷിച്ചത്. റെസിഡൻസ് അംഗം അബൂബക്കറിന്റെ വീട്ടിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ വാർഷിക ജനറൽ ബോഡി സാംസ്കാരിക സമ്മേളനം, റെസിഡന്റ് അംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത വിവിധ കായിക മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും നടന്നു. 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെ വാർഷിക ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്തു. വാർഷികാഘോഷ പരിപാടികൾ മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിലും കൂടുതൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനുമാണ് അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് 18 മുക്കം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇടവേളയിൽ കാണാം നല്ല വാക്ക്.